Hello my dear ones, this is my mom's special recipe, chicken semia. Let's taste. Yummy. This is my favorite dish. Shall we ask the recipe to my mom? എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ആദ്യം ഉള്ളി നല്ല ക്യൂബിക്സ് പോലെ കട്ട് ചെയ്യുക. എന്നിട്ട് പച്ചമുളക്, ഇഞ്ചി, തക്കാളി നേർങ്ങനെ അരിഞ്ഞ് എന്നിട്ട് അവിടെ കരിവേപ്പില, അത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി എണ്ണയിലിട്ട് കാട്ടി പച്ചമുളക് ഇട്ട് നല്ല ഇത് ഗ്രേവി പോലെയാക്കി എന്നിട്ട് അതിൽ ചിക്കൻ ഇടുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ പച്ചമുളക്, ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക്, ചില്ലി, കുരുമുളക്, പെപ്പർ, ചിക്കൻ മസാല along with pudina and mint leaves and coriander leaves. Just sort it with the masala. After the masala is being sorted, then we add the chicken. That is, first we'll keep the chicken in pressure cooker. We'll cook it. Then that is with adding masalas like chili powder, malli powder, chicken masala, curry leaves, then pepper powder and all. We will cook the chicken first. Then we will add it the cooked chicken to this masala which we have prepared, like the onion, chili garlic paste, and with the semia. Yes, and in a separate cooker we keep semia and we. എന്നിട്ട് നമ്മളിത് നന്നായി വഴറ്റിയ ശേഷം കുക്കറിലകത്ത് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പം ഒരു 2 വിസിൽ വേവിക്കുക. എന്നിട്ട് കുക്കർ ഓഫ് ചെയ്തിട്ട് അതിലകത്ത് നല്ല മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ടുണ്ടാവണേ. ഉപ്പ്, മഞ്ഞൾ, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കരിവേപ്പിലയെല്ലാം ഇട്ടിട്ടായിരിക്കണം ചിക്കൻ വേവിക്കേണ്ടത്. എന്നിട്ട് നമ്മളത് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഈ വഴറ്റിയ മസാലയിലായിട്ട് ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സായ ശേഷം വേറൊരു കുക്കറിൽ സേമിയ വേവിക്കാൻ വേണ്ടി വെക്കുക. അതിലത് കുറച്ച് തക്കാളി മുറിച്ചിടുക, പിന്നെ കുറച്ച് ഈ ക്യൂബിക്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടുക, പിന്നെ ഈ ഇതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, പിന്നെ ജിഞ്ചർ ഇഞ്ചിയും പിന്നെ കറി ലീവ്സ് കുറച്ച് ആഡ് ചെയ്യുക, പിന്നെ ഈ ചിക്കൻ സ്റ്റോക്കിൽ വെച്ചിരിക്കുന്ന ആ വെള്ളവും കുറച്ച് അതിലകത്ത് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുമ്പോൾ കുക്കർ ഓഫ് ചെയ്യുക. ഒരു 10 മിനിറ്റ് നമുക്ക് കുക്കറിൽ ഇത് അടച്ചു വെച്ച ശേഷം അത് കുക്കർ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ആ ഒരു പ്രഷറിൽ തന്നെ അത് വെന്തോളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ സേമിയ റെഡി ആയിട്ടുണ്ടാവും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. എല്ലാവർക്കും ഇത് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാനോ അല്ലെങ്കിൽ ലഞ്ചിന് വേണ്ടിയിട്ടായാലും കുഴപ്പമില്ല, ബ്രേക്ക്ഫാസ്റ്റിനായാലും കുഴപ്പമില്ല, ഡിന്നറായിട്ടായാലും കുഴപ്പമില്ല. നമ്മളിത് ഡിന്നറായിട്ട് കഴിക്കുന്നതാണ് ഇപ്പോൾ. വെരി ടേസ്റ്റി, വെരി ഡെലീഷ്യസ്. ഇത് ഹൈ പ്രോട്ടീനാണ് ചിക്കൻ ആഡ് ചെയ്യുന്നതുകൊണ്ട്. മാത്രമല്ല നല്ല വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടാക്കുന്നതുകൊണ്ട് ഇത് ഭയങ്കര ഹെൽത്തിയുമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ പക്ഷേ ഇപ്രാവശ്യം ക്യാരറ്റൊന്നും ആഡ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഇഷ്ടാനുസരണം നമുക്ക് ആഡ് ചെയ്യാം. സോ ലെറ്റ്സ് എൻജോയ്. ഹോപ്പ് യു ആൾ വിൽ ട്രൈ ദിസ്. ഹാപ്പി, സ്റ്റേ കുഷ്, സ്റ്റേ ബ്ലെസ്ഡ്, സ്പ്രെഡ് പോസിറ്റിവിറ്റി ആൻഡ് ഹാപ്പിനെസ് എവറിവെയർ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നല്ല അടിപൊളി ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബൈ.